ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചുമായി വന്ന് ഇവിടെ ഈ റോഡിൽ ഇരിക്കുന്നത് കടലിന്റെ മക്കളുടെ കണ്ണീരിന് വിലയുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ കടലിന്റെ മക്കളെ കേരളം വല്ലാതെ ചേർത്ത് പിടിക്കാറുണ്ട്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന്, എല്ലാം ത്യജിച്ച് നമ്മുടെ സൈന്യമായി ഇവർ ഇറങ്ങി വരാറുണ്ട്. എന്നാൽ അവരുടെ കണ്ണീരിന് ഒരു വിലയുമില്ലാത്ത ഒരു കാലമാണ് ഇപ്പോ. ഭരണാധികാരികൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ന് 9 ദിവസമായി. ഞങ്ങൾ ജോണേട്ടന്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനും ഷാമിയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെ. ആ കുടുംബം പറയുന്നത് കേട്ടാൽ എങ്ങനെയാണ് ഈ അധികാരികൾക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുക? എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? ഇവിടെ ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉണ്ട് എന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ട് വിടണ്ടേ? മുഖ്യമന്ത്രിക്ക് ചിലപ്പോ തിരക്കുണ്ടാവും. കാരണം സ്വർണ്ണപീഡികയുടെ ഉദ്ഘാടനമുണ്ട്, സൽക്കാരത്തിന് പോകാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മറ്റാളെ പറഞ്ഞയക്കാലോ. ആരെയാ പറഞ്ഞയച്ചത്? പ്രിയമുള്ളവർ, നമ്മളിത് കാണണ്ടേ, മനസ്സിലാക്കണ്ടേ? വനം വകുപ്പ് മന്ത്രിയാണ് ഈ കടലിൽ പോയി കാണാതായവരെ തിരഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നത്. വനം വകുപ്പ് മന്ത്രിയാണ്. അവിടെ എന്താ വന്യമൃഗ? ഒരിടത്തേക്ക് പോയത് ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. എന്താ അവിടെ? ഈ വാഹന മോഡിഫിക്കേഷന്റെ കാര്യം സംസാരിക്കാൻ പോവാ? അല്ലെങ്കിൽ വല്ല ലൈസൻസിന്റെ എന്തോ ടെസ്റ്റോ മറ്റോ നടക്കുന്നുണ്ട് അവിടെ? ഈ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പോകണ്ടേ? മറ്റവർ പോണ്ട എന്നൊന്നും പറയുന്നില്ല. പോകേണ്ടത് ആദ്യം അതിന്റെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ടത് ആരാണ്? ഒന്നുകിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഈ തുറമുഖത്തിന്റെ വകുപ്പ് മന്ത്രി ഇടപെടണ്ടേ? പോയില്ലല്ലോ. എന്തേ കാരണം? എന്താ അവിടെയുള്ള ഒരു പ്രശ്നം ഇവർ പോകാതിരിക്കാനുള്ള കാരണം? സതീശൻ ഭയങ്കര വാചക കസർത്ത് നടത്തുന്ന ആളാണല്ലോ. നാളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ വാചക കസർത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം. അതിനാവശ്യമായ ചോദ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് വനം വകുപ്പ് മന്ത്രിയെയും അതുപോലെ ഗതാഗത മന്ത്രിയെയും ചുമതലപ്പെടുത്തിയത്? തുറമുഖം വകുപ്പ് മന്ത്രിക്ക് എന്താ അയോഗ്യത? എന്തെങ്കിലും ഉണ്ടോ? ഇനി തടഞ്ഞിട്ടാണോ? അല്ല അദ്ദേഹത്തിന് പോകാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക്, ഫിഷറീസ് വകുപ്പ് മന്ത്രി പോകണല്ലോ. എന്താ പോകാത്തത്? എന്താ അദ്ദേഹത്തിന്റെ അയോഗ്യത? ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ ചെന്നില്ലല്ലോ. പകരം പോയത് വനം വകുപ്പിന്റെയും ഗതാഗത വകുപ്പിന്റെയും മന്ത്രിമാർ. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സംഭവം നടന്ന കടലിൽ ആദ്യം പോയവരിൽ ഈ ജോണിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് തിരിച്ചു വന്നു. അതും ഈ ഗവൺമെന്റിന്റെയോ ഈ കോസ്റ്റ് ഗാർഡിന്റെയോ മറ്റാരുടെയോ സഹായത്തിലൊന്നും അല്ല. മത്സ്യത്തൊഴിലാളികളാണ് രക്ഷിച്ചത് എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് 900 പേരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കടലിൽ ഇടപെടുന്നവരെ 900 പേരെ ഗോവയിൽ മറ്റോ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ കടലിൽ തെരച്ചിലിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സജ്ജരാക്കിയിട്ടുണ്ട്. 172 പേരെ അവർക്കിടയിലുള്ളവരെ കോസ്റ്റ് ഗാർഡ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അവരെ ഒന്നും, ഇവരെ 5 വനിതകൾ ഉൾപ്പെടെയുണ്ട്, അവരെ ഒന്നും ഈ തെരച്ചിലിന് എന്തേ ഉപയോഗപ്പെടുത്താത്തത്? ഇവിടെ പ്രശ്നം എന്താണ്? ഇതൊന്നും ശ്രദ്ധിക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് സൗകര്യമില്ല എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകും, ഇതൊന്നും ഞങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല. ഒരു ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ ഒന്നും കാണുന്നില്ല. അതല്ലേ പ്രശ്നം? ഈ തീരദേശത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്തേ ഇവർ ഇടപെടാത്തത്? ഇത് മാത്രമല്ല, ഞങ്ങൾ രാജേഷിന്റെ വീട്ടിൽ പോയി. ആരാ രാജേഷ്? കേരളത്തിലെ യുവജനങ്ങളാകെ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായി ഇന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്ന ഒരു പേരല്ലേ രാജേഷ്? തന്റെ ലൈഫ് ജാക്കറ്റ് മറ്റുള്ളവന് കൊടുത്ത് അവന്റെ ജീവൻ രക്ഷിക്കാൻ ജീവൻ ത്യജിച്ച രാജേഷ്, ജീവൻ നഷ്ടപ്പെട്ടു പോയ രാജേഷ്, ആ രാജേഷിന്റെ മൃതശരീരത്തോട് ഇവര് കാണിച്ച അനാസ്ഥ നോക്കൂ. വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റിക്കയറ്റേണ്ട ഗതികേടിലേക്ക് എത്തി. എന്തേ ആവശ്യമായ ഒരു സൗകര്യം കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഇടപെടാഞ്ഞത്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരുടെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള ഒരു സമീപനം? അവരുടെ കൂടെ വന്നവർ ഞങ്ങളോട് സംസാരിച്ചു. അവിടെ തന്നെ അധികാരികളോട്, കലക്ടറോട്, മറ്റു ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിച്ചിരുന്നു പോലും. ഇതിങ്ങനെ ഈ ബോഡി കൊണ്ടുപോയാൽ പ്രയാസമാകുമല്ലോ.
ഒരു പ്രശ്നമില്ല, ധൈര്യമായി. അടിയിൽ നിന്ന് ഈ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തല്ലോ, ഈ മൃതദേഹം മാറ്റിക്കയറ്റുക മറ്റൊരു ആംബുലൻസിലേക്ക്. എന്തൊരു പ്രയാസകരമായ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഗവൺമെന്റ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ ദുരന്തമുണ്ടായി. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും അതിലെ ആറന്മുളയിലും തിരുവല്ലയിലും ഒക്കെ പോയ ഒരാളാണ് ഞങ്ങൾ. ഡിവൈഎഫ്ഐയുടെ പ്രതിനിധികളെ ഞങ്ങൾ പോയി. അവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഇടപെട്ടവരാ ഞങ്ങൾ. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടവരാ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ്. അവിടെ ഇന്നലെ SNBS സ്കൂളിൽ തിരുവല്ല ടൗണിലുള്ള സ്കൂള്, അവിടെ 500-ലധികം ആളുകളുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൽ പ്രയാസം അനുഭവിച്ച് ഈ ക്യാമ്പിൽ 500-ലധികം ആളുകളുണ്ട്. വലിയ ക്യാമ്പ്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടായി. ആ ക്യാമ്പിലേക്ക് വണ്ടി അങ്ങ് കയറി. വണ്ടി കയറി ഉടനെ തന്നെ വണ്ടി റിവേഴ്സ് ഇട്ടു. ആ ക്യാമ്പിലെ ജനങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറായി. എന്താ കാരണം? അദ്ദേഹം പറയണ്ടേ? ഇദ്ദേഹം ഇപ്പോഴും ആ വാചക കസർത്ത് കൊണ്ട് നുണ പറഞ്ഞ് നാട്ടിലാകെ അങ്ങ് വിലസി നടക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ജീവിക്കും. എല്ലാവരുടെയും മുഖ്യമന്ത്രി ആവാൻ, എല്ലാവരുടെയും പ്രയാസം കാണാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പകവച്ച് ഇടപെട്ടതാണോ ആ ക്യാമ്പിൽ? അതാണോ? അത് പറ. അങ്ങനെയാണെങ്കിൽ അതാണ്. ആ തിരുവല്ലയിൽ, കാരണം ആ വാർഡിൽ ജയിച്ചത് അവിടെ ഇടതുപക്ഷ മെമ്പറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ സങ്കടത്തോടു കൂടി പറയാ, അവർ പ്രതീക്ഷിച്ച് നിൽക്കുക മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രിയുടെ കാർ കയറി പിന്നെ റിവേഴ്സ് ഇട്ട് തിരിച്ചു പോവാണ്. എന്താണ് ഇവരുടെ സമീപനം? ഒരേകോപനവുമില്ല. ഈ ദുരന്ത സമയത്ത് പകച്ചു നിൽക്കുന്നവരായി കേരളത്തിലെ ഈ ഗവൺമെന്റ് മാറി. ഈ നേതൃത്വം തന്നെ ഇങ്ങനെയാണ്. അപ്പൊ നേതൃത്വം ബിരിയാണി കഴിച്ച് അതെന്താ ഭക്ഷണം കഴിക്കാൻ പറ്റും? ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം കഴിക്കണ്ടെന്നോ, നിങ്ങൾ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് പോണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം പോയിക്കോ. ഇത് ശ്രദ്ധിക്കണം, വേണ്ടേ? ഈ കുറച്ച് ദിവസമെങ്കിലും നിങ്ങളുടെ ഈ വാചക കസർത്തും ഈ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവും ഈ ബിരിയാണിയും സൽക്കാരവും ഒക്കെ ഒന്ന് ഒഴിവാക്കി ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നിങ്ങൾ നിന്നാലല്ലേ ബാക്കി ഈ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അതിന്റെ കൂടെ ഒന്ന് സജീവമായി നിൽക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഉദ്ഘാടനങ്ങളിൽ നിന്ന് ഉദ്ഘാടനങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോ, ഈ ജനങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് അങ്ങയോട് വളരെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന, നിങ്ങൾ വാചക കസർത്ത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം, ജനങ്ങളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സിസ്റ്റത്തെ കൃത്യമായ രീതിയിൽ ഏകോപനത്തോടുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലുകൾക്ക് അങ്ങ് നേതൃത്വം കൊടുക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇങ്ങനെ വന്ന് സമാധാനത്തോടെ റോട്ടിലിരുന്ന് പോകില്ല. ഡിവൈഎഫ്ഐ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ആ കൂൾ ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞു. ഇനി അത് പ്രതീക്ഷിക്കരുത് കേരളത്തോട്. നിങ്ങൾ ഈ നാടിനെ മനസ്സിലാക്കി നാടിന്റെ പ്രയാസങ്ങളോടൊപ്പം നിന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പോരാട്ടത്തിലേക്ക് ഡിവൈഎഫ്ഐ പോകും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിച്ചു വെക്കുന്നത്. ഈ സമരം ഒരു സൂചനാ സമരമാണ്. പ്രിയപ്പെട്ട കടലിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള സമരമാണ്. രാജേഷിന് വേണ്ടിയുള്ള സമരമാണ്. ഡിവൈഎഫ്ഐ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ നിന്നിരുന്നത്. രാജേഷിന്റെ മൃതദേഹത്തോട് നിങ്ങൾ അനാദരവ് കാണിച്ചു. ഗൗരവമില്ലാതെയാണ് നിങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്തത്. അവരുടെ കുടുംബം വലിയ പ്രതിസന്ധിയുള്ള കുടുംബമാണ്. ഈ നാട്ടിൽ ഈ രക്ഷാപ്രവർത്തകർക്കെല്ലാം വലിയ പ്രചോദനമായി ജീവൻ നഷ്ടപ്പെട്ടു പോയ രാജേഷിന്റെ കുടുംബത്തെ ഗവൺമെന്റ് ചേർത്ത് നിർത്തണം. അവരുടെ കുടുംബത്തിന് ജോലി കൊടുക്കണം. അവരുടെ കടബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കണം. മാതൃക കാണിക്കണം ഈ സമൂഹത്തിന് മുമ്പിൽ. രാജേഷ് ഈ നാടിന്റെ ഈ മുന്നണി പോരാളികളുടെ ഒരു പ്രതീകമാണ്. ആ രാജേഷിനെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനത്തിനും ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്. ഈ സമരം തീർച്ചയായിട്ടും ഈ നാടിന്റെ വികാരമാണ്. ഈ നാടിന്റെ വികാരത്തോടൊപ്പമാണ് ഡിവൈഎഫ്ഐ ഉള്ളത്.
കടലിന്റെ മക്കളുടെ അവരുടെ തെരച്ചിലിന് വേഗത കൂട്ടണം, എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തണം. അവര് പറഞ്ഞത് വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പോകില്ലായിരുന്നു എന്നുള്ളതാണ്. മുൻകൂട്ടി വിവരങ്ങൾ കിട്ടുന്നില്ല കടലിന്റെ മക്കൾക്ക്. അതുകൊണ്ട് വലിയ ഇടപെടൽ ഈ മേഖലയിലെല്ലാം വേണം. കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇടപെടണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, ശരിയായ രീതിയിൽ തെരച്ചിലുകൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സൂചനാ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ കാഴ്ച